ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് തന്നെ കപ്പ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിക്കാം. നമ്മൾ കപ്പ ബിരിയാണി വെക്കുന്നത് ഇറച്ചി പാഡ്സ് കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇറച്ചി പാഡ്സ് കുക്കറിൽ ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെക്കണം കേട്ടോ. അപ്പോൾ പൂളൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം കേകി എടുക്കണം. കേകിയിട്ട് ഒരു കുടുക്കയിലേക്ക് മാറ്റുകയാണ്, വേവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ നമ്മളിതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ നമ്മളിതാ കുറച്ച് ജീരകവും ഒരു ഉണ്ടമുളകും മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും തേങ്ങയുടെ മിക്സും നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിതൊക്കെ അരച്ചിട്ടുണ്ട്. നമ്മളെ പൂള ഇതൊക്കെ ഏകദേശം തളിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒഴിവാക്കി എടുക്കണം. ഇനി നമുക്ക് നല്ലോണം ഉടച്ചെടുക്കുക. ഇപ്പോൾ ഇതാ പാഡ്സ് നല്ലോണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിന് നല്ല മണം വരുന്നുണ്ട്. ഇനി ഈ പാഡ്സിലേക്ക് നേരത്തെ നമ്മൾ ആ ഉടച്ച് വെച്ച പൂള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് നല്ലോണം അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. എന്താ മണം, നല്ല മണം വരുന്നുണ്ട്. ഇപ്പം തന്നെ വായിൽ നല്ല വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.